നമ്മളുടെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് എന്തോരം കൂടുതലുള്ള താരനാണെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷേ വിശ്വസിക്കണം. അതിനൊരു എക്സാമ്പിളാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാൾ കൂടുതൽ താരനുണ്ടായിരുന്നു എൻ്റെ തലയിൽ. മാത്രമല്ല എൻ്റെ മുടിയും കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 2 ഐറ്റംസ് വെച്ച് മാത്രമാണ് എൻ്റെ തലയിലെ താരൻ ഇത്രയും കുറഞ്ഞത്. അത് വേറൊന്നുമല്ല, എണ്ണയാണ്. ഇത് നമുക്ക് ഷാമ്പൂലും ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ എടുക്കുന്നത് നമ്മളുടെ സാധാ വെളിച്ചെണ്ണയാണ്. ഇനി ഇത് ഏകദേശം 1 സ്പൂണോളം ഉണ്ടാവും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് വേറൊന്നുമല്ല, നമ്മളുടെ ഉപ്പാണ്. ഉപ്പ് നിങ്ങൾ എത്രത്തോളം എണ്ണ എടുക്കുന്നോ അതിനനുസരിച്ച് എന്നുവെച്ചാൽ അതിന് എണ്ണ കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം. അതേ രീതിക്ക് നമ്മൾ ഉപ്പെടുക്കുക. ഉപ്പെടുത്ത് അതിലേക്ക് ഇട്ടത് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ രണ്ട് ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊരു അടിപൊളി റെമഡിയാണ്, ഉറപ്പായിട്ടും വർക്കാവും കേട്ടോ. അതിനുശേഷം നമ്മൾ നമ്മുടെ സ്കാൽപ്പിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ തല കണ്ടറിയാം, തലയൊട്ടി വെക്കുക, പുറമേ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇത് വകർപ്പെടുത്തിട്ടേക്കുന്നൊന്നും അല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ താരം കൊണ്ട് മാത്രമാണ് ഇത്രയും ഇതായത്. എൻ്റെ മുടിക്ക് നല്ല കട്ടി ഉണ്ടായിരുന്നു, അതെല്ലാം പോയത് ഈ ഒരൊറ്റ താരം കാരണമാണ്. കഴിഞ്ഞൊരു 7-8 വർഷം, 8-ൽ കൂടുതൽ വർഷമായിട്ട് എൻ്റെ തലയിൽ താരനുണ്ട്. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അതിനുള്ളൊരു ഇത് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ സ്കാൽപ്പ് എല്ലായിടത്തും താരനുള്ളടായിക്കോട്ടെ ഇല്ലാത്തടമായിക്കോട്ടെ മൊത്തം അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എൻ്റെ തലയുടെ ഫ്രണ്ടിലൊക്കെ ഉണ്ടായിരുന്നു താരൻ. ഇപ്പോൾ ബാക്കിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്, ബാക്കിയുള്ളതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരൊറ്റ സാധനം കൊണ്ടാണ് എൻ്റെ തലയിലെ താരൻ ഇത്രയും കുറഞ്ഞ് കിട്ടിയിട്ടുള്ളത്. എൻ്റെ തല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാനിത് 2 തവണയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ എനിക്കിത് പറയാനുള്ളത്, കുറേ താരനുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ആഴ്ചയിൽ എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ ആഴ്ച 2 തവണയായിട്ട് യൂസ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. ഇത് എണ്ണയിൽ മാത്രമല്ല ഷാമ്പൂവിലും ചെയ്യാൻ പറ്റും. കുറച്ച് ഷാമ്പൂ എടുക്കുക, അതിലേക്ക് ഉപ്പിടുക, മിക്സ് ചെയ്യുക, തേക്കുക. അത് 10 മിനിറ്റോളം ഒന്നും വെക്കേണ്ട, ഒരു 2-3 സെക്കൻഡിനുള്ളിൽ അതും കഴുകിക്കളയുക. പക്ഷേ എനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് എണ്ണയിൽ ചെയ്യുമ്പോഴാണ്. ഓയിലി സ്കാൽപ്പ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ നല്ലത് ഷാമ്പൂ ആണ്. എൻ്റെ ഓയിലി സ്കാൽപ്പാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കുറച്ചുകൂടെ എഫക്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഓയിലായതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ തലയോട്ടിൽ മൊത്തം എല്ലാ സ്ഥലത്തും അങ്ങ് തേച്ച് പിടിപ്പിക്കുക. ഞാനിവിടെ ഇപ്പോൾ ഓരോ വകർപ്പെടുത്തിട്ടാണ് തേച്ച് ഇരിക്കുന്നത്. ഈ ഒരു താരം കാരണം എനിക്ക് ഒത്തിരി സ്കിൻ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ നെറ്റിയിലൊക്കെ നിറച്ച് കുരു, പിരികത്തിൽ താരനായിട്ട് കൊഴിഞ്ഞു പോവുക, കൺപീലിയിലായിട്ട് അങ്ങനെ പോവുക, മുതുകത്തൊക്കെ നിറച്ച് കുരു. ഇപ്പോഴും നിങ്ങൾക്ക് എൻ്റെ ഇത് കാണുമ്പോൾ മനസ്സിലാവും, ചെറിയ ചെറിയ കുരുക്കളുണ്ട്. അതൊക്കെ ഈ താരം കാരണം വരുന്നതാണ് കേട്ടോ. അത്രയും ബുദ്ധിമുട്ടിയപ്പോഴാണ് ഞാൻ ഈ സാധനം ട്രൈ ചെയ്യാമെന്ന് ഓർത്ത് ട്രൈ ചെയ്യുന്നത്. അതിന് മുന്നേ ഒത്തിരി ഹോം റെമഡീസ് ഉണ്ടായിരുന്നു, അതൊന്നും എനിക്ക് വർക്കായിട്ടുണ്ടായിരുന്നില്ല. കുറേ ഷാമ്പൂസ് മാറി യൂസ് ചെയ്തു, എന്നിട്ടും വർക്കാവുന്നില്ല. പക്ഷേ ഇതെനിക്ക് നല്ല എഫക്റ്റീവാണ്. അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്, എന്നെപ്പോലെ ഈ ഒരു സംഭവം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആൾക്കാരുണ്ടാകും, അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവുന്നെങ്കിൽ ആവട്ടെ എന്ന് ഓർത്തിട്ടാണിത് ഞാൻ നിങ്ങൾക്കൂടെ പറഞ്ഞു തരുന്നത്. നമ്മളത് മൊത്തവും തേച്ചതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അങ്ങോട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് മസാജാണ് കൊടുക്കേണ്ടത്. ഇതൊരു സ്ക്രബ് പോലെയാണ് പ്രവർത്തിക്കുന്നത് നമ്മളുടെ തലയിൽ. അപ്പം അതുകൊണ്ട് സോഫ്റ്റ് മസാജ് ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഞാൻ എൻ്റേതായ രീതിക്കാണ് ചെയ്യുന്നത്. ഇനി മസാജിന് അതിൻ്റേതായ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. നിങ്ങൾ എങ്ങനെ ചെയ്താലും ഒരു സോഫ്റ്റ് മസാജ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു 10 മിനിറ്റോളം മസാജ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാൻ നിങ്ങളുടെ അടുത്തുള്ളത്. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് കൂടുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ മുടിയും കൂടെ കുറച്ച് വളരാനായിട്ട് നമ്മളെ ഹെൽപ്പും കൂടെ ചെയ്യുന്നുണ്ട് ഇത് ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം നമ്മളിതെല്ലാം കൂടെ അങ്ങ് തൂത്തങ്ങ് എടുക്കുക. വെച്ചാൽ നമ്മൾ സാധാരണ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് മുടി കെട്ടാറ്, അതേപോലെ തൂത്തെടുത്ത് കെട്ടി വയ്ക്കുക. ഇതിനിപ്പോൾ നിങ്ങൾക്ക് വല്ല ക്ലിപ്പ് വല്ലതും വെച്ചിട്ടാണ് നിങ്ങൾ കെട്ടുന്നതെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. മുടി കൂടുതലുള്ളവർക്കും കുറഞ്ഞവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കെട്ടി വെച്ചിട്ടുള്ളത്. ഇങ്ങനെ തന്നെ ഒരു 10 മിനിറ്റ് ഞാൻ ഇതും കൊണ്ട് അങ്ങ് നടന്നു. അത് കഴിഞ്ഞ് ഞാൻ ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഷാമ്പൂ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ വീഡിയോയിൽ ആദ്യം കാണിച്ചേക്കുന്ന തലയുടെ ആ ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തുള്ളി പോലും താരനില്ല,
അത്രയും ക്ലീനാക്കി തന്നിട്ടുണ്ട്. അത്രയും എഫക്റ്റീവാണിത്. അപ്പം നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഇതേപോലത്തെ എഫക്റ്റീവായിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ എന്തായാലും ഉറപ്പായിട്ടും ഇനിയും വരുന്നതായിരിക്കും. താരൻ കാരണം പോയിട്ടുള്ള മുടിയുടെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളൊരു വീഡിയോയും ഞാൻ അടുത്തൊരു ഇതിലിടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.